കൂടി നാം എല്ലാരും ചേർന്നു പൂകൾ കൊണ്ടാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടണം. വേദനപ്പെടും ഏഴകൾ കഴലു തീരുവാൻ വന്നു മേദിനിയാതിൽ മാനുഷാവതാരമാർന്നിതാ. വന്നു മേദിനിയാതിൽ മാനുഷാവതാരമാർന്നിതാ. പാപികൾക്കു പിതാവിനോടിരുന്നു മോചനം. നീചപാദസേവക ജനങ്ങളെ രക്ഷ ചെയ്യും നോൻ. നീചപാദസേവക ജനങ്ങളെ രക്ഷ ചെയ്യും നോൻ. കൂടി നാമെല്ലാരും ചേർന്നു പൂകൾ കൊണ്ടാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടണം. സ്വർഗവാതിലാകും യേശുനാഥനെ വാഴ്ത്തി പാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാത്രികാലം അല്പസമയം സമാധാനത്തോടെ ഉറങ്ങിയല്ലോ കർത്താവേ. ഉണർത്തി ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സഹായിച്ചല്ലോ അപ്പാ. സുബോധത്തോടും ആരോഗ്യത്തോടും ഇരുത്തിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേകായിരങ്ങൾക്ക് ഉറങ്ങി ഉണരുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ അടിയൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ദാനമായി തന്ന എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തോത്രം ചെയ്യുക കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകളുണ്ടപ്പാ. തവ ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങൾ, സഹോദരവർഗ്ഗങ്ങൾ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഈ സമയം അടിയനോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താപ്പച്ചൻ്റെ സ്നേഹത്താലും സാന്നിധ്യത്താലും എല്ലാ മക്കളെയും മറയ്ക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണം തന്ന് ഞങ്ങളെ പോഷിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പോക്കിൽ, വരവിൽ, വാഹനയാത്ര, വഴിയാത്ര, ജോലികാര്യങ്ങൾ, വിശ്രമവേളകളിലൊക്കെയും സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. വീണ്ടും ഞങ്ങളെ പരിപാലിക്കണം, കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം അപ്പാ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, കൺമണി പോലെ സൂക്ഷിക്കണേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണേ, അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണമേ, ബുദ്ധിജ്ഞാനവും കൊടുക്കണേ അപ്പാ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താപ്പത്തിന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു അവരെ കാണല്ലേ അപ്പാ. ദുഷ്ടപിശാച് അവരെ തുടരുതേ. അന്ധകാരത്തിനെ ഒന്നും കടന്നു വരാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ.
പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാനിടയാക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിനും സമാധാനത്തിലും ജോലി ചെയ്ത് നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണേ കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഭാഗ്യമൊരുക്കണമേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണ ഒരുക്കണേ അപ്പ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട് കർത്താവെ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ അനുഗ്രഹിച്ച് വളർത്തി തരണമേ കർത്താവ്. ബാലപിടിയിൽ നിന്നെല്ലാം വിട്ടുവീക്കണമേ അപ്പ. അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ഉപജീവനമാർഗ്ഗം അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. അപ്പം ആരുടെയും മുമ്പിൽ തലകുനിപ്പാൻ അനുവദിക്കാതെ, ആരോടും കർത്താവേ ഹല്ലേലൂയ കർത്താവേ പ്രയാസപ്രതികൂലമുണ്ടാൻ അനുവദിക്കാതെ എല്ലാ മക്കളെയും കർത്താവ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ വാഹനത്തിലും കർത്താപ്പച്ചനും കരം ചേർത്ത് പിടിച്ചുകൊള്ളണം. ആപത്തപകടങ്ങളെല്ലാവരും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്കും വേണമെന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. സമയം യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഓരോ മക്കളുടെ യാത്രകൾ കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണം. പാപത്തനത്ത് വിടുവിച്ചു കൊള്ളണേ. അപ്പോൾ തക്ക സമയത്ത് അവരുടെ നിശ്ചിത സ്ഥാനത്ത് എത്തിപ്പാൻ സ്വർഗം മതിയായവനാകിയാൽ നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതിയ നന്മകളും സന്തോഷവും സമാധാനം കൊടുത്ത് കൺമണി പോലെ പുതുവർഷക്കാലം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ആയിരിക്കും ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യണമേ. ദുഷ്ടപിശാചങ്ങളെ കാണാതെ സ്വർഗം മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ മതിയായവനാണ്. ഹല്ലേലൂയ കർത്താവ്. ഭവനമില്ലാത്ത മക്കൾക്ക് സ്വന്തമായി തലചായ്പാൻ ഭവനം ഒരുക്കണേ കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ഓരോരോ ആവശ്യങ്ങളുടെ നടുവിൽ നീറുന്ന വേദനകളിൽ കൂടി കഴിയുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക കർത്താവേ. അവരവരുടെ ആവശ്യങ്ങളും ഭാരങ്ങളും സ്വർഗം ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഭാരം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ, ഓരോ മക്കളുടെയും ഭാരം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. സ്തോത്രം. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരുണ്ട്. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന ജീവിതങ്ങളുണ്ട്. ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളുണ്ട്. സ്വർഗത്തിലെ അപ്പച്ച അത്ഭുതം ചെയ്യണമേ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, സൗഖ്യമയക്കണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ കർത്താവേ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ അപ്പാ. അങ്ങയ്ക്കൊരു കാര്യം അസാധ്യമല്ലല്ലോ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാ. എൻ്റെ കർത്താവേ, മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാ. ഡോക്ടർക്കും മരുന്നിനും കഴിയാത്തതിൻ്റെ അപ്പന് കഴിയും. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതി കർത്താവേ. ഞങ്ങളുടെ രോഗികളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ചെവിയുടെയും പല്ലിൻ്റെയും ഇൻഫെക്ഷനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്നത് എൻ്റെ മക്കളുടെ മേൽ ആമേൻ അത്ഭുതത്തിൻ്റെ കരം നീട്ടി സൗഖ്യപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ കർത്താവേ. ഓരോ പ്രിയ മക്കൾക്കും അതിനുള്ള ഭാഗ്യം കൊടുത്ത് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വീൽ ചെയറിലായിരിക്കുന്നവരുണ്ടപ്പാ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരുണ്ട് കർത്താവേ. അതിവേദനയിൽ കൂടി കഴിയുന്നവരുണ്ട് കർത്താവേ. ശരീരമാസകലം നീർക്കെട്ടുള്ളവരുണ്ട് കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിലൊക്കെ ചില ടെസ്റ്റിനായിട്ടൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ടപ്പാ. CT സ്കാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. എൻ്റെ ദൈവമായ കർത്താവേ, ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലുമാണ് ഇപ്പോഴുള്ള കരം വയ്ക്കണം. കാൽവർ കുരിശിൽ ഒരു തുള്ളി രക്തം കലർത്തുമാറാകണം. സകല രോഗാണുവും നിർജീവമാകണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണം. എൻ്റെ അപ്പൻ്റെ സ്നേഹം
യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, ജലപ്രളയത്തിൽ നിന്ന്, നിന്നൊക്കെയും അടിയങ്ങളെ വിടുവിക്കുമാറാകണം, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചാ, തൻ്റെ മക്കൾക്കൊക്കെയും പ്രത്യാശയോടെ ജീവിപ്പാനുള്ള കൃപ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേല നിമിഷം കഷ്ടം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. സ്വർഗം വരെ പൂർണ്ണമായും വിട്ടുവെച്ച് സമാധാനത്തിലാക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഏറിയ ദൈവകൃപയിലും വിശ്വാസത്തിലും വിശ്വസ്തതയിലും എല്ലാം ചെയ്തെടുപ്പാൻ കൃപ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ. നീതിയോടുള്ള ഭരണകൂടത്തെ കർത്താവ് സൃഷ്ടിക്കണമേ കർത്താവേ. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയം സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവനെ തിരുമുൻപാകെ സകലതും സമർപ്പിക്കുന്നു. ആമേൻ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ, ഉപജീവനമാർഗം ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ കൊടുക്കണമേ അപ്പാ. എൻ്റെ ദൈവമേ, ശത്രു അടച്ച എല്ലാ അനുഗ്രഹത്തിൻ്റെ വാതിലും സ്വർഗത്തിലെ അപ്പച്ചൻ തുറന്നു കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കണമേ അപ്പാ. അവർ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കല്ലേ കർത്താവേ. നിൻ്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ഞങ്ങളോട് ചോദിപ്പാൻ സമ്മതിക്കല്ലേ. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ, അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഞങ്ങളെ കൂടെ ഇരുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്കിരിക്കട്ടെ. ഞങ്ങൾക്കൊന്നും പുകഴുവാനും പ്രശംസിപ്പാനും വേണ്ടപ്പാ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി സകലതും ചെയ്യണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമായി. ഈ നാമം വളരട്ടെ, ഈ നാമം ഉയരട്ടെ കർത്താവേ. എല്ലാ നാവും യേശു കർത്താവെന്ന് പറയട്ടെ. എല്ലാ മുഴങ്കാലം എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ മടങ്ങട്ട് കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.